നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് പലരും മെസ്സേജ് അയക്കാറുണ്ട്. ബ്ലാക്ക് പിങ്കിനെ കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അവർ വീട്ടിൽ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ കൺസേർട്ടിന് പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും വീഡിയോ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ശരിക്കും ഞാൻ ഈ ബിസി ആയതുകൊണ്ട് ഇതിനൊന്നും ടൈം കിട്ടിയില്ല. പക്ഷേ എനിക്കൊരു അവസരം കിട്ടി. അവസരം എന്ന് വെച്ചാൽ ചെറിയ അവസരം എന്നല്ല, അതൊക്കെ എനിക്ക് പിന്നീടാണ് മനസ്സിലായി ഞാൻ പോയ സ്ഥലം വല്ലാത്ത സംഭവമാണെന്ന്. ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി കണ്ടു കാണും. ഞാൻ റീസെൻ്റ്ലി എനിക്കൊരു ഇൻവിറ്റേഷൻ വന്നു. ഇൻവിറ്റേഷൻ ഇതായിരുന്നു, K-pop ക്ലാസ് ഉണ്ട് അറ്റ് YG എൻ്റർടൈൻമെൻറ്റ്. YG എൻ്റർടൈൻമെൻറ്റ് എന്ന് എനിക്കൊന്നും ആദ്യം അറിയുന്നില്ലായിരുന്നു, പിന്നീടാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ ഇമെയിൽ താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ ജിസോയുടെ ഫ്ലവറും പിന്നെ ഷഡ്ഡോൺ അങ്ങനെ എന്തോ പറഞ്ഞ ബ്ലാക്ക് പിങ്ക് പാട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സംഭവിക്കും ഞാൻ K-pop ആക്കിന് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ കൊറിയോഗ്രാഫർ ഞങ്ങളെ കുറച്ച് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ വേണ്ടി. താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെങ്ങനെ ഇത് അവസരം കിട്ടിയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യമായിരിക്കും, ഞാൻ കൊറിയൻ ടൂറിസം ഓർഗനൈസേഷൻ്റെ ബ്രാൻഡ് അംബാസിഡറാണ്. അങ്ങനെ ഓരോ മാസം ഒരു ടൈപ്പിലുള്ള എന്തൊക്കെ ആക്ടിവിറ്റി കിട്ടും. ഈ മാസം നമുക്ക് വന്നിരിക്കുന്ന കുറച്ച് ഓപ്ഷൻസ് ആയിരുന്നു. ഒന്നാമത് ഈ K-pop ഡാൻസ് ക്ലാസ്, പിന്നെ SBS മ്യൂസിക് അവാർഡ് ഫെസ്റ്റിവൽ. ഞാൻ ഓൾറെഡി KBSൻ്റെ പോയിട്ട് എനിക്ക് താല്പര്യം കണ്ടില്ല. പിന്നെ സോജു മേക്കിങ്, അതായത് ഇവിടുത്തെ ട്രഡീഷണൽ ആൽക്കഹോളില്ലേ, അത് എങ്ങനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ക്ലാസ്. അപ്പോൾ ഞാനതൊന്നും ഇൻട്രസ്റ്റ് ഇല്ല, കുക്കിംഗ് കിംചീൻ്റെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു, എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. അത് ശരിക്കും ഈ YG എൻ്റർടൈൻമെൻറ്റ് ഭയങ്കര സംഭവമാണെന്ന് അറിഞ്ഞത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടതിന് ശേഷമാണ്. സ്റ്റോറി ഇട്ടതിന് ശേഷം ആൾക്കാരല്ലോ ആ ഒരു സ്റ്റുഡിയോ ഫ്ലോർ, അതായത് ഞാൻ ഡാൻസ് കളിക്കുന്ന സംഭവം ഉണ്ടായിരുന്നു. ഡാൻസ് കളിക്കുന്ന അവസ്ഥ അത് പറയാതിരിക്കാനാണ് നല്ലത്. അപ്പോൾ അത് കണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആൾക്കാരെല്ലാം ചോദിച്ചു, ഇത് YG എക്സ് സ്റ്റുഡിയോ അല്ലേ, നിങ്ങളെങ്ങനെ അവിടെ എത്തിയ? അപ്പോൾ കുറേ പേര്, എനിക്ക് സാധാരണ സ്റ്റോറി ഇട്ടെങ്കിൽ കൂടിപ്പോയെങ്കിൽ 5-6 റിപ്ലൈ കിട്ടും. ഇത് ഏകദേശം 50-ന് മുകളിൽ ആൾക്കാർ അതിനെക്കുറിച്ച് റിപ്ലൈ ഇട്ടു, വീഡിയോ ചെയ്യാൻ പറ്റും എങ്ങനെ വെച്ച്. അപ്പോൾ ഇവരെല്ലാം സർപ്രൈസ്, ഞാൻ എങ്ങനെ അവിടെ എത്തിയെന്ന്, അത്ര വലിയ എൻ്റർടൈൻമെൻറ്റിൽ. ശരിക്കും പറഞ്ഞാൽ ഞാനാണ് സർപ്രൈസ്. നിങ്ങൾക്കെല്ലാം ഇത് ഇങ്ങനെ അറിയുന്നത്, ഒരു സ്റ്റുഡിയോയുടെ ജസ്റ്റ് ഞാൻ ഡാൻസ് കളിക്കുന്ന ഒരു ഭാഗം മാത്രം. ആ സ്റ്റുഡിയോ കണ്ടിട്ട് അത് ബ്ലാക്ക് പിങ്കിൻ്റെ സ്റ്റുഡിയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എനിക്ക് ഒരു ഐഡിയ ഇല്ല. ചിലപ്പോൾ നിങ്ങൾ കട്ട ഫാനായിരിക്കും, അതുകൊണ്ടായിരിക്കും. ഞാനങ്ങനെ ഇത് K-pop ഡാൻസ് അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്കൊരു ഇമെയിൽ വന്നു. ഇമെയിലുള്ളത് ഈ പ്രോഗ്രാം 2 മണി മുതൽ 4 മണി വരെ 2 മണിക്കൂറാണ് ഈ പ്രോഗ്രാം. അപ്പോൾ നമ്മൾ 1:45 ആപ്റ്റോങ് സ്റ്റേഷൻ, മാപ്പോ ഡിസ്ട്രിക്റ്റിൽ ആപ്റ്റോങ് സ്റ്റേഷന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ റൂട്ടിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്റ്റുഡിയോ, ഇത്രയും ഫേമസ് ആയിട്ടുള്ള സ്റ്റുഡിയോ ഉള്ളത് ഞാൻ അന്നാണ് മനസ്സിലായത്, ഞാൻ ചെന്നെന്നാണ്. അവിടെ ചെന്നതിന് ശേഷം പതിവ് പോലെ നമ്മളെ ഗ്രീറ്റ് ചെയ്യാനും നമ്മളെ ഇൻവൈറ്റ് ചെയ്യാൻ ആളുണ്ടായിരുന്നു. ഇത് ശരിക്കും സ്പോൺസർഡ് മെട്രോപൊളിറ്റൻ ഗവൺമെൻറ്റാണ്. നമ്മളതൊക്കെ കണ്ട് അകത്ത് ചെല്ലുന്ന സമയത്ത് നമുക്കൊരു കാര്യം മനസ്സിലായി. അതിന് മുമ്പ് നമ്മൾ ഐഡിയക്ക് വെരിഫിക്കേഷൻ ചെയ്യും, നമ്മളാണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവിടെ ചെന്ന ശേഷം എനിക്ക് മനസ്സിലായി മൊത്തം ഗേൾസാണ്. അപ്പം ഞാൻ മാത്രമാണ് ഒരു പുരുഷനായിട്ടുള്ളത്. അതിൽ 2-3 പേര് എനിക്ക് നമ്മൾ മുമ്പ് കണ്ടു പരിചയമുണ്ട്, നമ്മൾ പ്രോഗ്രാമൊക്കെ ഒന്നിച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. പിന്നെ അവിടെ ലോക്കർ റൂം ഫെസിലിറ്റീസൊക്കെ ഉണ്ട്. ഈ ഒരു സ്റ്റുഡിയോ റെൻറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് വന്ന ഒരു 6 മണിക്കൂറിലേക്ക് നാട്ടിലൊരു 60,000 റുപ്പീസ് അങ്ങനെ എന്തോ ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അത് ഇത്ര മാസം വരെയുള്ള ആ ഒരു റെൻ്റൽ പീരീഡ്. എൻ്റെ മോനെ ക്ലാസ് ഇവിടെ വന്ന് ഡാൻസ് കളിക്കുന്നത് കൊറിയോഗ്രാഫർ നമ്മളെ ബ്ലാക്ക് പിങ്കിന് കൊറിയോഗ്രാഫർ ചെയ്തൊരു കുട്ടിയാണ്. കുട്ടിയല്ല, ആണാ പെണ്ണറിയത്തില്ല, എൻ്റെ പേര് എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ ഒറ്റൊരാണ് മാത്രം, ബാക്കിയെല്ലാം ഗേൾസ്. അതാണ് പ്രശ്നം. So where do you gonna stand? Center? Center is the best because the choreographer will be there, you can see. Okay. That is the picture. The picture. Banana China. No, banana Malaysia. Yeah, banana Chinese Malaysia. banana. Chinese banana. Alright, Chinese banana. അപ്പോൾ ഇതിൽ കുറച്ച് ഗേൾസിനൊക്കെ നമുക്ക് പരിചയമുണ്ട്. ആ ഫ്രണ്ടിൽ കണ്ടിന് അറിയാം, ഇവിടെ അറിയാം. പിന്നെ ഇവിടെ ഞങ്ങൾ കുറേ ട്രിപ്പൊക്കെ പോയി, അത് ഇന്ത്യയൊക്കെ എത്തിയാണ് ആ ഷോർട്സ് ഇട്ടിട്ടുള്ളത്. Thank you. You guys know you are inside YGX Academy. Have you guys been here before? No. Yes, no. Okay. So YGX is an agency for YG choreographers, and you guys are K-pop fans. You probably know what YG means, right? So, do you guys like any of the artists? Who do you like? Big Bang. Big Bang. What is Big Bang? Big Bang is a very famous. Is
actual dance studio where these artists come here and practice their dance. And also, I don't know if you recognize the room, the wall behind you. So that wall has been used in many artists like YouTube dance challenges and TikTok challenges. Do you recognize it? Flowers. And Okay, that's she's it. with Blackpink. So you probably find her on the video. So, ഇവളാണ് ബ്ലാക്ക് പിങ്കിനെ ട്രെയിൻ ചെയ്തത്. ഇവളാണ് ബ്ലാക്ക് പിങ്ക് ജെ ഡ്രാഗനൊക്കെ ട്രെയിൻ ചെയ്ത് കൊറിയോഗ്രാഫറെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ആവുന്നതാണ് ഗൈസ്. അതുപോലെ തന്നെ ഇവർ വീഡിയോഗ്രാഫറൊക്കെ ഉണ്ട്. നമ്മളോട് പറഞ്ഞു വെച്ചാൽ ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ മാക്സിമം വീഡിയോ ഒഴിവാക്കുന്നത്, മാക്സിമം അതിൽ തന്നെ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ പ്രാക്ടീസ് ചെയ്യുന്ന നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്തൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം അവർ പറയുന്നതിലും കാര്യമുണ്ടാകുമ്പോൾ ആ കൊറിയോഗ്രാഫറിനെ നമ്മൾ നോക്കി നിൽക്കണം. അപ്പോൾ കൊറിയോഗ്രാഫർ വൻ പ്രൊഫഷണൽ, ശരിക്കും പ്രൊഫഷണലാണ് കൊറിയോഗ്രാഫർ. ഓരോ മൂവ് നമ്മൾ ശ്രദ്ധിക്കാൻ നമുക്ക് മനസ്സിലാവും. ഞാൻ ഉള്ളത് പറയാമല്ലോ, ഞാൻ ഇവർ നമുക്ക് ഈ കൊറിയോഗ്രാഫ് ചെയ്ത വീഡിയോ അയച്ചു തന്നിരുന്നു. അതായത് ഒന്ന് ജിസ്സുടെ മറ്റേ ഫ്ലവറും പിന്നെ ഷട്ട് ഡൗണും. അത് ഞാൻ ശരിക്കും ആ വീഡിയോ കാണുന്നത് എപ്പോഴെന്ന് വെച്ചാൽ ഞാൻ ഈ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് പുറത്ത് പോകുന്ന സമയത്ത്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ, ഞാൻ കണ്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞ സംഭവമാണ്. ആ കൊറിയോഗ്രാഫർ നമ്മളെ ഫ്രണ്ടിൽ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഒരു 60% പോലും ആ ഒരു ജിസു ആ പാട്ടിൽ അല്ലെങ്കിൽ ആ ഡാൻസിൽ ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇത് ശരിക്കും ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും 2x സ്പീഡിൽ നോക്കിയ പോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ജിസുയുടെ ഒറിജിനൽ വീഡിയോയിൽ അതുപോലെ തന്നെ ജിസുയുടെ ഒറിജിനൽ വീഡിയോയിൽ ജിസു ഡാൻസ് ചെയ്യുന്നൊരു 50% സ്ലോയിലായിരുന്നു, അതായത് ഭയങ്കര സ്ലോ. അതുപോലെ തന്നെ ഈ ഒരു കൊറിയോഗ്രാഫർ ആ ഫ്ലവറിൽ അതിലൊരു മാസ്ക് ഇട്ട് കുറച്ച് ബാക്കിൽ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അതിലൊരു ഒരു വ്യക്തി ഈ ഒരു കൊറിയോഗ്രാഫറായിരുന്നു. ആ ഫോട്ടോസൊക്കെ നമ്മൾ കാണിച്ചു, ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടു. ഈ കൊറിയോഗ്രാഫർ ഭയങ്കര സൂപ്പറായിരുന്നു, നമ്മൾ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. പിന്നെ എൻ്റെ ഡാൻസ് അത് കണ്ടാൽ ആരും ചിരിക്കും. അത് ശരിക്കും K-pop എന്ന് തന്നെ എനിക്ക് പറയാൻ ചമ്മലാണ്. എൻ്റെ മൂവ് കണ്ട് എനിക്ക് തന്നെ ചിരി വന്നിന്. പക്ഷേ ബാക്കിയുള്ളവർ ഭയങ്കര ഇതിൽ കമ്മിറ്റായിട്ടുള്ള ഇത് K-pop ഡാൻസ് ക്രേസുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു എൻ്റെ ഇപ്പുറത്തുള്ള. പക്ഷേ എൻ്റെ ഇപ്പുറത്തുള്ള ഒരു കുട്ടി ഒരു ഇറാനിയായിരുന്നു. അവളും എന്നെപ്പോലെ ഡാൻസിനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞില്ല, എനിക്ക് തോന്നുന്ന കഥകളിയല്ല, കുച്ചിപ്പുടി ഭരതനാട്യം അതിൽ മിക്സ് ചെയ്ത പോലെയാണ്. എൻ്റെ കയ്യെല്ലാം നോക്കണം, മുദ്രല കാണിക്കുന്നുണ്ട്. ഞാൻ പിന്നീട് ആലോചിച്ച എന്തിനീ മുദ്രയൊക്കെയെന്ന്. 2 മണിക്കൂർ ഡാൻസ് പ്രാക്ടീസാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്തത്. K-pop ഡാൻസ് പറഞ്ഞാൽ വിളിച്ചത്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് കാട്ടി കൂട്ടിയത് ഒരു കുച്ചിപ്പൊടി നാടൻ തല്ലിൽ മിക്സ് ആയിട്ടുള്ള സംഭവമാണ്. എന്തായാലും ഡാൻസ് എന്ന് പറഞ്ഞാൽ ഒപ്പിക്കാം. ഇത് കഴിഞ്ഞ ശേഷം പിറ്റേ ദിവസം നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഓർക്കണം, ഞാൻ ഫസ്റ്റ് ടൈം പോകുന്നതാണ് 2 മണിക്കൂർ. വെറും 2 മണിക്കൂറിൽ ഞാൻ ശരിക്കും 1/2 മണിക്കൂറൊക്കെ ശരിയിരുന്നിന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കിയുള്ള ആൾക്കാർ ഡാൻസിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊറിയോഗ്രാഫറൊക്കെ ഭയങ്കര സംഭവമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ ഒരു മേയറെന്തോ വന്ന് നമ്മളൊക്കെ കണ്ട് ഗ്രീറ്റൊക്കെ ചെയ്ത് നമുക്ക് അടിപൊളിയായി. പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മൂപ്പരെന്തോ സെക്യൂരിറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ എല്ലാ ആൾക്കാരും നമ്മൾ നോക്കിയായിരുന്നു. നമ്മളിങ്ങനെ പറഞ്ഞ ഇതേ സംഭവമായിരുന്നു. ഭയങ്കര ഫാസ്റ്റാണ് കൊറിയോഗ്രാഫർ വന്നിട്ട് നമ്മളൊക്കെ നിർത്തി ഫോട്ടോ എടുത്ത് വീഡിയോ നമ്മൾ കുറേ സംസാരിച്ചു. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയും കൂടിയാണ് ഈ ഒരു കൊറിയോഗ്രാഫർ. പിന്നെ അതിന് ശേഷം നമുക്ക് ഇവരൊക്കെ ചെറിയൊരു സർവേ ഉണ്ടായിരുന്നു. അത് എങ്ങനെയാണ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം അന്വേഷിച്ചിട്ട് നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കുന്നതാണ്. ഞാനെല്ലാം പോസിറ്റീവ് കൊടുത്തു. പിന്നെ അത് നമ്മൾ ശരിക്കും നമ്മളെ ഈ ഒരു ഓർഗനൈസേഷൻ നമുക്ക് അടുത്ത പ്രാവശ്യം എന്ത് ആണ് നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് സർവേയിൽ. പിന്നെ എല്ലാ പ്രാവശ്യം പോലെ ഒരു ഗിഫ്റ്റ് ഇവർക്ക് നിർബന്ധമാണ്. അപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, K-pop ഡാൻസ് അത് എല്ലാവർക്കും പറഞ്ഞത്, സ്പെഷ്യലി എന്നെ പോലത്തെ ആൾക്ക് പറഞ്ഞിട്ടില്ലല്ലോ. അതിനാണ് നമ്മളെ ബോഡിയിൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും. ചിലപ്പോൾ ഒരു വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്തായാലും എനിക്ക് തോന്നുന്നത് വെച്ചാൽ നമ്മളിതില്ല ഈ ജിസു ഇവരൊക്കെ ഈ കൊറിയോഗ്രാഫർ അത്ര പെർഫെക്ഷൻ അല്ല. അതെൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡാൻസ് കളിക്കുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. So there's time to answer questions because we want to know your honest opinion about program today, and then we can apply to our other programs. Nepal City has many other programs to
Today you are a K-pop class, but we have makeup class, cooking class, kimchi, museum class, and all these fun classes. So please share your ideas. Then email will be really helpful for us. Okay? And we have a present too. Thank you. ഡാൻസിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ K-pop ഡാൻസ് ഒന്നും എനിക്ക് പറ്റിയ സംഭവമല്ല. അതുകൊണ്ട് ഞാനിനി ആ ഭാഗത്തേക്ക് പോലും വിളിച്ചാൽ പോലും ഞാൻ പറയാം വന്ന് നോക്കാം, ഡാൻസ് വീഡിയോ എടുക്കാം. ഡാൻസ് കളിക്കാൻ പറ്റില്ല. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നോ അറിയത്തില്ല. എന്തായാലും നിങ്ങളെ ഫീഡ്ബാക്ക്, പോസിറ്റീവ് ഫീഡ്ബാക്ക്, പിന്നെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും പറയാം. ഓക്കെ, അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാൻ മറക്കില്ല. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. അടുത്ത വീഡിയോ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ നാട്ടിലെ ഫേമസ് യൂട്യൂബർ ഇല്ലേ, അഷ്റഫ് എക്സൽ, മൂപ്പർ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം അതിൽ കുറേ വിശേഷം, എന്നേക്കാൾ നല്ല വൃത്തി കുറേ വിശേഷങ്ങൾ, കുറേ വീഡിയോസൊക്കെ ഉണ്ട്. അതിൽ ഞാനും ഉണ്ട്. അപ്പോൾ ബൈ ബൈ, സി യു.